പുരുഷന്മാരോടാണ് എനിക്കിത് പറയാനുള്ളത്. വേറൊന്നുമല്ല, സ്ത്രീ ശാപത്തെക്കുറിച്ച്. ഞാൻ എൻ്റെ മുൻപൊരു വീഡിയോയിൽ സ്ത്രീ ശാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഗൗരവത്തിനെ കുറിച്ചാണ് കുറേ കൂടെ ശക്തമായിട്ട് പറയുന്നത്. ഞാൻ അതിന് മുമ്പായിട്ടൊരു കാര്യം, ഞാൻ പുരുഷന്മാരെ അപമാനിക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. ഞാനും ഒരു പുരുഷനാണ്, അതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാപം കേൾക്കില്ല. എപ്പോഴാ ശാപം കിട്ടുന്നറിയാവോ? ആ പെൺകുട്ടി അതിൽ മനം നൊന്ത് അവളുടെ കണ്ണുനീര്, പഴമക്കാർ പറഞ്ഞങ്ങനെ, ശാപം എന്ന് പറയുന്നത് പെണ്ണ് മനസ്സുകൊണ്ട് ശപിക്കുന്നതല്ല, അത് ദൈവം ശപിക്കുകയാണ്. അതായത് കണ്ണുനീര് വന്ന് ഭൂമിയിൽ പതിക്കണമെന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി മനം നൊന്ത് കരഞ്ഞ് അവളുടെ കണ്ണുനീര് അവൾ അറിയാതെ താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ ശാപമായി. എങ്ങനെയാണ് ശാപം വരുന്നത്? ആ കണ്ണുനീര് വരാൻ ആരാണോ കാരണക്കാരൻ, ആ വ്യക്തിക്കാണ് വരുന്നത്. അത് ഒരിക്കലും, ആ ശാപത്തിന് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല. അത് അനുഭവിച്ച് തന്നെ തീർക്കണം, മരണം വരെ അതുണ്ടാവും. പിന്നെ ആ ശാപം പിൻവലിയണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെ വിചാരിക്കണം, ആ പെൺകുട്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, എങ്കിലേ മാറത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു പെൺകുട്ടിയെ നിങ്ങൾ സ്നേഹിച്ചോളൂ, കുഴപ്പമില്ല. സ്നേഹിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അതിലൊക്കെ ഞാൻ എതിർപ്പുള്ള ഒരാളല്ല. സ്നേഹിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ആ സ്നേഹിക്കുമ്പോൾ ഒന്നുകിൽ ആ കുട്ടിയെ വിവാഹം ചെയ്യുക, ഇല്ലെങ്കിൽ ആ കുട്ടിയെ ചതിക്കാതിരിക്കുക. രണ്ടിലേതെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണം. അല്ലാതെ സ്നേഹിച്ച് അവർ നമ്മളിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ശരീരമൊക്കെ നമുക്ക് സമർപ്പിക്കുന്നത്. അതും ഒക്കെ സ്വീകരിച്ച് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നല്ലതായിട്ട് വരത്തില്ല. നമുക്ക് ചിലപ്പോൾ പണം ഉണ്ടാകും കയ്യിൽ, നമ്മൾ പണത്തിൻ്റെ അഹങ്കാരം കാണിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒന്നുമില്ല. ഇനി ദൈവം ഉണ്ടോ, ഇതൊക്കെ ഇടപെടുമോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഇടപെട്ടിരിക്കും, ഒരു സംശയം ഉണ്ട് അതിനകത്ത്. ഒരു പെൺകുട്ടിയെ ആരും വിടൂ. ഇനി നിങ്ങളുടെ ഭാര്യ അങ്ങനെ വെച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചു, നിങ്ങളുടെ ഭാര്യയോടൊപ്പം ജീവിക്കുന്നു. അങ്ങനെ ഭാര്യയോടൊപ്പം ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷനിലാവുകയാണെങ്കിൽ അത് തെറ്റല്ല. അതിനെ ഞാൻ തെറ്റായിട്ട് പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ചിലപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് പോകുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രണയമായിരിക്കാം, ഇഷ്ടങ്ങളായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം, ആരും ആയിക്കോട്ടെ. അവരോടൊരു ഇഷ്ടം ഉണ്ടാവുന്നത്, അവരുടെ സ്നേഹബന്ധം വയ്ക്കുന്നത്, അതൊന്നും തെറ്റല്ല. അതിലൊന്നും എനിക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തർ മനുഷ്യൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ ഈ സ്നേഹബന്ധം, അത് സ്നേഹബന്ധമായിട്ട് നല്ലൊരു ആരോഗ്യപരമായ നല്ലൊരു സൗഹൃദം അങ്ങനെ കാത്തു സൂക്ഷിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്നത്, അത് കുഴപ്പമില്ല. നിങ്ങളുടെ ബന്ധവും നശിക്കത്തില്ല. അങ്ങനെ ഒരു സൗഹൃദം വെച്ചിട്ട് ആ സൗഹൃദത്തിനപ്പുറത്തേക്ക് അതൊരു ഫിസിക്കൽ റിലേഷനിലോട്ട് പോകുമ്പോഴത്തേക്കാണ് അവിടെ പ്രശ്നം. അപ്പോൾ എവിടെ ശാപം വരുന്നത് നമുക്കറിയാവോ? ഈ ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ഉപേക്ഷിക്കുമ്പോൾ അല്ല. ചിലപ്പോൾ ആ പെൺകുട്ടിയും വിവാഹം കഴിച്ച് ഭർത്താവൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരിക്കാം. അത് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, അതൊരു സ്നേഹമെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ട് തോന്നുന്ന ഒരു അട്രാക്ഷൻ്റെ പുറത്തുണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ആ ശാപം എവിടെ വരുന്നറിയാമോ? ഈ ഭാര്യ, അതായത് നിങ്ങളുടെ ഭാര്യയെ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നിങ്ങളെ മാത്രം സ്നേഹിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവം അവിടെ ഇടപെടും. അവിടെയാണ് നിങ്ങൾക്ക് അടി കിട്ടുന്നത്, അവിടെയാണ് നശിക്കുന്നത് നിങ്ങൾ. അങ്ങനെ നശിക്കുന്നറിയാവോ? നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും, നിങ്ങൾക്ക് രോഗത്തിനടിമപ്പെടും. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടാകാം, ആ പണത്തിൻ്റെ കഴിവ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ പറയുന്ന തെറ്റിനെ പണം കൊണ്ട് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ വിലക്കെടുക്കാം. അതിനെ മൂടി വയ്ക്കാം, നമ്മൾ നല്ലവനാണെന്ന് തെളിയിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ
ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായ അപാരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു ശക്തിയാണ്. അതിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. ഈ പറയുന്നത് ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു സഹായം ചെയ്തു തരുന്നത്, അതായത് മനസ്സറിഞ്ഞ് ഒരു സഹായം ചെയ്തു തരുന്നത് എൻ്റെ ദൈവമാണ്. ഞാൻ വിശന്നിരിക്കുവാണെങ്കിൽ എനിക്ക് അതറിഞ്ഞ് ഭക്ഷണം വാങ്ങി തരുന്നത് അത് ദൈവമാണ്. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് നമുക്ക് സമാധാനിപ്പിച്ച് നമുക്കൊരു മാർഗം കാണിച്ചു തരുന്നില്ലേ, അതും ദൈവമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവം അതാണ്, ഞാൻ കണ്ടിരിക്കുന്നത് തന്നെയാണ്. പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഓരോ രൂപത്തിലും ഓരോ രീതിയിലുമാണത് നമ്മളിലേക്ക് വരുന്നത്. പിന്നെ ഈ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പറയുന്നില്ല ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നില്ലേ, അതിലൊന്നും എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. ആൾ ദൈവങ്ങൾ ഒരിക്കലും മനുഷ്യനൊരിക്കലും ദൈവമാകാൻ പറ്റത്തില്ല. മനുഷ്യനാണ്, ദൈവമാണ്. ഒരിക്കലും അങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് എവിടെയൊക്കെയോ ചില വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം വെച്ചിട്ട് ചിലർ ചൂഷണം ചെയ്യുന്നുണ്ട്, ചിലർ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. നല്ല കാര്യം ചെയ്യുക, അതാ വേണ്ടത്. ഇപ്പം ഈ പെൺശാപം എന്ന് പറയുന്നത്, സ്ത്രീ ശാപം എന്ന് പറയുന്നത്, സ്ത്രീകളിങ്ങനെ നേരിട്ട് നീ നശിച്ചു പോട്ടെ എന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഒരു പെൺകുട്ടികളും പറയുന്നത്. അവർക്കത് അതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ അവരുടെ മനസ്സ് വേദനിക്കുന്നത്, ആ വേദനിക്കുമ്പോഴും നമുക്കതൊരു ശാപമായിട്ട് വരത്തില്ല. പക്ഷേ ഈ പറയുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അപ്പോൾ ഒരു വിജയമൊക്കെ ഉണ്ടാവും. നമ്മുടെ പണത്തിൻ്റെ സ്വാധീനമൊക്കെ എടുത്തുണ്ടാക്കാം. പക്ഷെ എഴുതപ്പെട്ടതാണ് അവൻ്റെ നാശം, അതവൻ അറിയുന്നില്ല. പിന്നെ എത്ര ക്ഷേത്രത്തിൽ പോയാലും ഇനി ഭയങ്കരമായ അത് വിളിച്ചാൽ വിളികേക്കുന്ന ക്ഷേത്രമാണ്, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി നമ്മൾ കുറേ പണം കൊടുത്ത് കുറേ പൂജകളും കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യം നടത്തും എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെയൊന്നും പോയിട്ട് ഒരു രക്ഷയില്ല. അടി കിട്ടും മോനെ, നല്ല രീതിയിൽ അടി കിട്ടും. ദൈവത്തിൻ്റെ അടിയെന്ന് പറഞ്ഞാൽ അത്തുമാതിരി അടിയാണ് ദൈവം അടിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത്, ഞാനൊരു പുരുഷനാണ് അതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ സ്നേഹിച്ചോളൂ. സ്നേഹിക്കാതിന് ഒരു കുഴപ്പമില്ല. വഞ്ചിക്കരുത്, തെറ്റ് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയാണ്, നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കൂ. ഭാര്യ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട് നല്ല സുന്ദരിമാരായ ഭാര്യമാർ. ഈ ഭർത്താക്കന്മാർ വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ വയ്ക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ നല്ലൊരു പെണ്ണ് നിങ്ങൾക്കുണ്ട്, നല്ലൊരു ഭാര്യ നിങ്ങൾക്കുണ്ട്, നല്ല സൗന്ദര്യമുള്ള ആളുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ വേറെ തേടി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്ന മറുപടി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്താ അറിയാവോ, എടാ എന്നും ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ നമുക്ക് നന്നാവില്ല. വളരെ മോശമായ കമൻ്റല്ലേ അത്? അങ്ങനെയാണോ ഭാര്യയൊക്കെ ഉള്ളത്? അവൻ പറയുന്നുണ്ട് അവൾ കാണാൻ കൊള്ളില്ല, അവളുടെ പ്രവൃത്തി നല്ലതല്ല. എന്താ കാണാൻ കൊള്ളാത്തത്? നിങ്ങളുടെ മനസ്സാണ് പുറമേ കാണിക്കുന്നത്. എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, എല്ലാവർക്കും അവരുടെ സൗന്ദര്യമുണ്ട്. ഓരോ മനുഷ്യനും സൗന്ദര്യമുണ്ട്. എങ്ങനെയാണ് അവൻ്റെ മനസ്സിൽ സൗന്ദര്യം വരുന്നത്? നമ്മളുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഞാനെപ്പോഴും പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വിരൂപനായ ഒരു പുരുഷനെ 10 ദിവസം കണ്ടാലും അവൾ സൗന്ദര്യം കണ്ടെത്തില്ല. പക്ഷേ 11ാം ദിവസം ആ പുരുഷൻ അവളെടുത്ത് ചെന്ന് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവനോട് ഇഷ്ടം തോന്നും. അപ്പോഴാണ് അവനിൽ ഒരു സൗന്ദര്യം ഉണ്ടെന്ന് അവൾ കണ്ടെത്തുന്നത്. നമുക്കാർക്കും അവനിൽ ആ സൗന്ദര്യം കാണാൻ പറ്റില്ല, പക്ഷെ അവൾക്ക് കാണാൻ പറ്റും. നമ്മളെ കണ്ടില്ലേ, നല്ല വിളവിളായിരിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു കാണാൻ അത്ര ഭംഗിയില്ലാത്ത ഒരു പുരുഷനെ കല്യാണം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കും. ഭയങ്കര ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നവർ. അവളെ ഭയങ്കര പൂർണ്ണ തൃപ്തിയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ചോദിക്കും, ഇത് കണ്ടുകൂടെ, ഇവക്ക് കണ്ണ് കണ്ടുകൂടെ, ഇതെങ്ങനെ എന്നൊക്കെ ചോദിക്കില്ലേ? പക്ഷേ അവനിൽ കണ്ടെത്തിക്കുന്ന സൗന്ദര്യം ആർക്കും കാണാൻ പറ്റില്ല. അത് അവൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ.
അതവൾ ആസ്വദിക്കും. അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ പുരുഷനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് എന്ന് പറയും. അതാണ് സത്യം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കൂ, നന്നായി സ്നേഹിക്കുക. വിവാഹം കഴിച്ചു എന്ന ചിന്ത വേണ്ട. നിങ്ങളുടെ ഭാര്യയുടെ പുറകെ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ നടക്കുക. നിങ്ങൾ സാധാരണ പെൺകുട്ടികളെ നടക്കുന്നില്ല, കമൻ്റ് അടിക്കില്ല, അതുപോലെ നടന്നാൽ മതി. അങ്ങനെ നടന്ന് അവളുടെ പിറകെ നിന്ന് സ്നേഹം സമ്പാദിച്ചെടുക്കുക, നന്നായിരിക്കും. ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ വരുന്നവരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിലൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യങ്ങൾ ഇതൊക്കെയാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല എങ്കിൽ കൂടിയും ശ്രദ്ധിച്ചാൽ ഇത് വലിയ കാര്യമാണ്. കോടികളുള്ളവരും ദരിദ്രനാകും. ചിലപ്പോൾ കോടികൾ അവിടെ ഉണ്ടാവും, നീ ദരിദ്രനാകും, നിൻ്റെ ആരോഗ്യം ദരിദ്രനാകും. ഓക്കെ, നല്ല ചിന്തകൾ എടുക്കുക, ഭാര്യ സ്നേഹിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക.